ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളെല്ലാവരും ഈ ഓട്ടോയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പ്രവീണ ചേച്ചിയുടെ, അതായത് ഞങ്ങളുടെ കൊളീഗിൻ്റെ, ഇനി അതുമല്ല എൻ്റെ നല്ലൊരു സുഹൃത്തുമാണ് ചേച്ചിയുടെ വീടിൻ്റെ ഹൗസ് വാമിങ്ങിന് വന്നാണ് നമ്മൾ. അപ്പോൾ ഇന്നത്തെ വിശേഷം അതാട്ടോ. ഡൈ കാണുന്നതാണ് ചേച്ചിയൊക്കെ ആഗ്രഹിച്ച് പണിത് ചേച്ചിയുടെ സ്വന്തം വീട്. അപ്പോൾ നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പോകാം. എല്ലാ കാര്യങ്ങളൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല, കാരണം ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ട് നമ്മുടെ ഉള്ളിലെ ഇൻട്രോവേർട്ട് വെളിയിൽ വരുമല്ലോ, അതുകൊണ്ട് അങ്ങായിട്ടൊക്കെ നമ്മൾ വീഡിയോ എടുത്തിട്ടുള്ളൂ. ഇതാണ് പ്രവീണ ചേച്ചിയുടെ ബെഡ്റൂം. നമുക്ക് പ്രവീണ ചേച്ചിയെ ഉടനെ തന്നെ കാണിച്ചു തരാം. നമ്മുടെ പ്രവീണ ചേച്ചി ഞങ്ങൾ ഓഫീസിൽ നിന്ന് വന്നുകൊണ്ട് തന്നെ നമ്മുടെ എൻ്റെ ടീമായിട്ട് വരാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാനും ഭരത ചേച്ചി അമ്മച്ചിയാണ് ഫസ്റ്റ് ട്രിപ്പ് വരുന്നത്. വീടിൻ്റെ ടെറസിൻ്റെ മേളിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത്? സന്തോഷം. എന്താ അമ്മച്ചിക്ക് പറയാനുള്ളത്? പറയാനൊക്കെ നല്ല വീടാണ്. ഇങ്ങനെ ഈ വെള്ളമുള്ള സ്ഥലത്ത് ഇങ്ങനെ മേളിലെ കൂടെ കെട്ടിയ വെള്ളം അതാണ് നമുക്ക്. അപ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. കുറച്ച് ക്ലിപ്പ് വീടിൻ്റെ കാണിക്കാം. ഇതൊരു സീക്രട്ട് റൂമാണ്. അല്ല, വീടല്ല, ഇതൊരു സീക്രട്ട് റൂമാണ്. അവിടെ ഒരു യെല്ലോ ഷെയ്ഡ് അടിച്ചിരിക്കുന്നത്, ഇതൊരു ഗ്രീൻ. അതൊക്കെ എടുക്കണമെന്നുണ്ട്, പക്ഷേ പറ്റുന്നില്ല. ആ യെസ്, ഫോട്ടോ എടുക്കണോ? ഞങ്ങൾ വീടിൻ്റെ അകം മൊത്തം കണ്ട് ആസ്വദിച്ചു. പക്ഷേ കിടപ്പാംസമാകുമ്പോൾ വീട്ടിൽ ഒരുപാട് ആൾക്കാർ കാണുമല്ലോ, അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ എടുക്കാനായിട്ടുള്ളൊരു ഇതില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡ് അടിക്കാൻ പോയി. അമ്മച്ചി നമ്മുടെ സാധാ ചോറും കറികളുമാണ് കഴിച്ചത്. ഞങ്ങൾ റൈസും ചിക്കൻ കറിയും കഴിച്ചു. ഞങ്ങളുടെ കൃഷി ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഏറെ നാളുകൾക്ക് ശേഷം നമ്മുടെ ചെറുക്കനെ കിട്ടിയിരിക്കുകയാണ്. എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത്? എന്താ പറയുക, ഇനി എല്ലാം എന്നെ ഊക്കാൻ വേണ്ടിയിരിക്കുകയാണ്. വട്ടത്തിലിട്ട് എന്നെ ഊക്കുക, അതാണ് പറയുന്നത് മെയിൻ പരിപാടി. എനിക്ക് പാട്ടുകാരൻ കേൾക്കില്ലായിരിക്കും, നമുക്ക് പാട്ടില്ലാത്തവർ സംസാരിക്കാം. കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ണൻ ചേട്ടനും വന്നു. ചേട്ടൻ ഇവിടെ വരാൻ കാരണം ചേട്ടനും ചേച്ചിയൊക്കെ അയൽപ്പക്കക്കാരാണ്. അത് മാത്രമല്ല, ചേച്ചിയുടെ ബ്രദറും കണ്ണൻ ചേട്ടനും തമ്മിൽ ഫ്രണ്ട്സാണ്. ഞങ്ങൾ കുറച്ചവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം തിരിച്ച് ഓഫീസിൽ പോകണമായിരുന്നു, കാരണം നമ്മൾ ചെന്നിട്ട് വേണം അടുത്ത ആൾക്കാർക്ക് വരാൻ. എനിക്കറിയാം ഈ വീഡിയോ വെളിയിൽ വരുമ്പോൾ നമ്മുടെ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ഒരു 3-4 മാസമെങ്കിലും ആയിട്ടുണ്ടാവും. എന്നിരുന്നാൽ തന്നെ എനിക്ക് വീണ്ടും ഈ വീടിനെ പറ്റി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ഈ വീട്ടിൽ ഓരോരുത്തരും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് അവർ പണിത് എടുത്തിട്ടുള്ള ഒരു നല്ലൊരു ഐശ്വര്യമുള്ള വീട് തന്നെയാണത്. അപ്പം ചേച്ചിയുടെയൊക്കെ ആണുള്ള സ്ട്രഗിളൊക്കെ നമ്മൾ ഒരുപാട്, അവരുടെ വിഷമങ്ങൾ എല്ലാം ഒരുപാട് കണ്ടിട്ടുണ്ട്. കാരണം ഒരുപാട് നാളെടുത്തിട്ടാണ് വീട് പണി കഴിഞ്ഞത്. അപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് മനസ്സിന് ഒത്തിരി സന്തോഷമാണുള്ളത്. എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ വീടും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.